ഹായ് ഓൾ. ഇന്ന് നമ്മൾ മോഡ്യൂൾ വണ്ണിൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് 2 ഇയറിൽ 2015-ലും അതേപോലെ തന്നെ 2023-ലും ഉണ്ടായ എക്സാമിൻ്റെ അനുസരിച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളൊരു ഡിസ്കഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളുടെ ഡിസ്കഷനുമാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മോഡ്യൂൾ വണ്ണ് നമ്മൾ നോക്കുവാണെങ്കിൽ മോഡ്യൂൾ വണ്ണിൽ നമുക്ക് മെയിനായിട്ട് 8 സബ് ടോപ്പിക്കുകളാണുള്ളത്. സോ 8 സബ് ടോപ്പിക്കുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആണ്. പീരിയോഡിക് ടേബിളിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ലോ, ഡയഗണൽ റിലേഷൻഷിപ്പ്, അനോമലസ് ബിഹേവിയർ, അതേപോലെ തന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്, ഇത്രയും ടോപ്പിക്കുകളാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിലെ സെക്കൻഡ് ടോപ്പിക് വരുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആണ്. അറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് പ്ലാങ്ക്സ് തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, ബോർ തിയറി, ഡി ബ്രോഗ്ലീസ് തിയറി, ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, കോണ്ടന്റ് നമ്പേഴ്സ്, ഇത്രയും ടോപ്പിക്കുകളാണ് അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് സബ് ടോപ്പിക് ആയിട്ട് തന്നിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഫോർത്ത് ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ അയണിക് ബോണ്ട്, ബോൺ ഹേബർ സൈക്കിള്, ലാറ്റിസ് എനർജി, ഫെജാൻസ് റൂള്, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, ഹൈബ്രിഡൈസേഷൻ, ഇത്രയും സബ് ടോപ്പിക്കുകളാണുള്ളത്. നമ്മൾ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫ്രീ ഇലക്ട്രോൺ തിയറിയും ബാൻഡ് തിയറിയും ഉണ്ട് അതിൽ. പിന്നെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ്, വോണ്ടർവോൾസ് ഫോഴ്സസ് പോലെയുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓർഗാനിക്കില് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ചില ഫണ്ടമെന്റൽ ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ്, റെസനൻസ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, അത്രയും ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് ടോപ്പിക് വരുന്നത് ന്യൂക്ലിയർ കെമിസ്ട്രിയാണ്. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ റേഡിയോ ആക്ടിവിറ്റി, ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫിഷൻ, ഫ്യൂഷൻ, മാസ് എഫക്റ്റ്, ബൈൻഡിങ് എനർജി, കാർബൺ ഡേറ്റിംഗ്. അപ്പോൾ ഈ ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ന്യൂമറിക്കൽസ് പാർട്ടിലാണ് കണ്ടത്. അപ്പോൾ കൂടുതലും പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിലുള്ളത്. സോ ഇത്രയും 8 സബ് ടോപ്പിക്കുകളാണ് നമുക്ക് ഈ മോഡ്യൂൾ വണ്ണിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സബ് ടോപ്പിക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ജസ്റ്റ് വെറുതെ അതിന്റെ സമ്മറി, ഈ ഓവറോൾ ടോപ്പിക്കുകളുടെ ഓരോ ടോപ്പിക്കുകളുടെയും സമ്മറി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ പീരിയോഡിക് ടേബിളിൽ നമുക്ക് അറിയാം മോഡേൺ പീരിയോഡിക് ലോ ഡിഫൈൻ വരുന്നതിന് മുന്നേ തന്നെ പല ടൈപ്പിലുള്ള കോൺട്രിബ്യൂഷൻസ് ഓരോ സയന്റിസ്റ്റുകളും തന്നിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഫർദർ ഓരോ കോൺട്രിബ്യൂഷൻസ് വന്നു. അങ്ങനെ ഫൈനലി ആണ് നമുക്ക് മോസ്ലീസ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡോബർണിയറിന്റെ ലോ ഓഫ് ട്രയാഡ്സ് ആയിരുന്നു. ആ ലോ ഓഫ് ട്രയാഡ്സ് ഫ്യൂവർ എലമെന്റ്സ്, വളരെ കുറച്ച് എലമെന്റ്സിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു. നെക്സ്റ്റ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്തത് ജോൺ ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അതിൽ നമുക്ക് ഹെവിയർ ആയിട്ടുള്ള എലമെന്റ്സിനെ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. അതിനുശേഷം ലോതർ മേയർ അറ്റോമിക് വോളിയവും അറ്റോമിക് മാസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്രപ്പോസ് ചെയ്തു. പക്ഷെ അതൊരു പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനുശേഷമാണ് ഡിമിട്രി മെൻഡലീഫ് അദ്ദേഹത്തിന്റെ അറ്റോമിക് മാസുകളുടെ അനുസരിച്ചിട്ട് പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സ് അറേഞ്ച് ചെയ്യാമെന്ന് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അതിനും ഒരു മേജർ ആയിട്ടുള്ള ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് പൊസിഷൻ ഓഫ് ഐസോടോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷമാണ് മോസ്ലി പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പേഴ്സിനനുസരിച്ചിട്ട് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാമെന്ന് പ്രപ്പോസ് ചെയ്തത്. സോ അതായിരുന്നു നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വന്നത്. സോ ഈ സയന്റിസ്റ്റുകളുടെ നെയിമും അവരുടെ കോൺട്രിബ്യൂഷൻസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്.
സോ നെക്സ്റ്റ് ടോപ്പിക് ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്, സബ് ടോപ്പിക് വരുന്നുണ്ട്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ വാലൻസ് ഇലക്ട്രോൺസ് ആഫ്റ്റർ ഷീൽഡിംഗ് ബൈ ഇന്നർ ഇലക്ട്രോൺസ്. സോ ഇന്നർ ഇലക്ട്രോൺസിന്റെ ഷീൽഡിംഗ് കഴിഞ്ഞിട്ട് എത്രയാണോ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് പോസിറ്റീവ് ചാർജ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇസെഡ് എഫക്റ്റീവ് അല്ലെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ഇസെഡ് എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് എസ്. അതിൽ സെഡ് എന്ന് പറയുന്നത് നമ്മളുടെ പോസിറ്റീവ് ന്യൂക്ലിയർ ചാർജും ആക്ച്വൽ ന്യൂക്ലിയർ ചാർജും ആൻഡ് എസ് എന്ന് പറയുന്നത് ഷീൽഡിംഗ് എഫക്റ്റും ആണ്. സോ ഇത് അറ്റോമിക് നമ്പറിനെയും ഷീൽഡിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വരുന്നത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഇലക്ട്രോൺസ് മോർ ടൈറ്റ്ലി ആയിട്ട് ന്യൂക്ലിയസുമായിട്ട് മോർ ടൈറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാരാമീറ്റർ വരുന്നതാണ് ഷീൽഡിംഗ് എഫക്റ്റ്. സോ ഷീൽഡിംഗ് എഫക്റ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ന്യൂക്ലിയർ അട്രാക്ഷൻ ഡ്യൂ ടു ഇന്നർ ഷെൽ ഇലക്ട്രോൺ. സോ ന്യൂക്ലിയർ അട്രാക്ഷൻ ഇന്നർ ഷെൽ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കൊണ്ട് ന്യൂക്ലിയർ അട്രാക്ഷനിൽ ഉണ്ടാകുന്ന റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് എന്തിനും കാരണമാകുന്നത്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനും കാരണമാകുന്നത്. സോ ഈ ഷീൽഡിംഗ് എഫക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ മാക്സിമം കാണിക്കുന്നത് എസ് ഓർബിറ്റലായി എസ് സബ്ഷെൽ ആയിരിക്കും, ദെൻ പി സബ്ഷെൽ, അതിനുശേഷം ഡി സബ്ഷെൽ ആൻഡ് എഫ് സബ്ഷെൽ. അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ഇനി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് ഇന്നർ ഇലക്ട്രോൺസിനെയാണ്. സോ ഓരോ സബ്ഷെല്ലിലും എസ്, പി, ഡി ആൻഡ് എഫ്, ഓരോ സബ്ഷെല്ലിലും എത്ര ഇന്നർ ഇലക്ട്രോൺസ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഹയർ ഷീൽഡിംഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ന്യൂക്ലിയസുമായിട്ടുള്ള ഇലക്ട്രോണിന്റെ അട്രാക്ഷൻ കുറവായിരിക്കും ഈ ഷീൽഡഡ് ഇലക്ട്രോൺസ് ഉള്ളത് കാരണം. സോ അത് ലൂസ്ലി ഹെൽഡ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ടൈറ്റ്ലി ഹെൽഡ് ആയിരിക്കും ഇലക്ട്രോൺസ്. ഇനി ലാസ്റ്റ് ഒരു പാരാമീറ്റർ പറയുന്നത് പെനിട്രേഷൻ എഫക്റ്റ് ആണ്. പെനിട്രേഷൻ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ആൻ ഓർബിറ്റൽ ടു അപ്രോച്ച് ദ ന്യൂക്ലിയസ്. സോ ഓരോ ഓർബിറ്റലിനും ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ പെനിട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ മാക്സിമം എസ് സബ്ഷെല്ലിനും ദെൻ പി സബ്ഷെൽ ദെൻ ഡി സബ്ഷെൽ, അതിനുശേഷമാണ് നമുക്ക് എഫ് സബ്ഷെല്ലിന്റെ എഫക്റ്റ് വരുന്നത്. സോ ഓരോ ഓർബിറ്റലിനെയും അനുസരിച്ചിട്ടാണ് ഈ പെനിട്രേഷൻ എഫക്റ്റ് വരുന്നത്. അവിടെയും ഇതേപോലെ തന്നെ പെനിട്രേഷൻ എഫക്റ്റ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് കുറച്ചും കൂടി ക്ലോസർ ആയിരിക്കും. പെനിട്രേഷൻ എഫക്റ്റ് കുറയുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നും കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ഇത്രയുമാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെയും പല പാരാമീറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസ് ഉണ്ട്, അയണിക് റേഡിയസ് ഉണ്ട്, അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്, ഇലക്ട്രോൺ അഫിനിറ്റി ഉണ്ട്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. സോ ഇത്രയും എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ വരുന്ന ടോപ്പിക്കുകളാണ്. നമുക്ക് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം അല്ലെ. സോ അതെന്താണ്, നമ്മൾ ഡയറക്ട്ലി മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കണ്ടുപിടിക്കുന്നത് നമ്മൾ D/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഹാഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐഡന്റിക്കൽ ആറ്റം. സോ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് ഡി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഹാഫ് ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, അറ്റോമിക് റേഡിയസ് ആയിട്ട് വരുന്നത്. അറ്റോമിക് റേഡിയസ് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്നത് പൈക്കോമീറ്റർ അല്ലെങ്കിൽ ആങ്സ്ട്രോം യൂണിറ്റിലാണ്. സോ അതിൽ ഓരോ ബോണ്ട് ടൈപ്പിനും അനുസരിച്ചിട്ട് നമുക്ക് അറ്റോമിക് റേഡിയസ് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് അയണിക് റേഡിയസ് ആണ്. അയണിക് റേഡിയസ് എന്ന് പറയുന്നത് 2 അയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ അയോൺ. ഒരു അയോണിന്റെ ന്യൂക്ലിയസും അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അയണിക് റേഡിയസ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ കാറ്റയോൺസിനും ആനയോൺസിനും അയണിക് റേഡിയസ് ഉണ്ടാവും. നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് വഴിയാണ് അയണിക് റേഡിയസ് കണ്ടുപിടിക്കുന്നത്. അതും പൈക്കോമീറ്ററിലും ആങ്സ്ട്രത്തിലും ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ അയണിക് റേഡിയസ് നോക്കുമ്പോൾ അയണിക് റേഡിയസ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതായത് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്പീഷീസ് വരും. എന്നിട്ട് ആ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് സ്പീഷീസ്. അപ്പൊ ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ കാറ്റയോൺസ് ഉണ്ടാകും, ന്യൂട്രൽ എലമെന്റ്സ് ഉണ്ടാകും, ആനയോൺസ് ഉണ്ടാകും. എന്നിട്ട് അതിന്റെ നമുക്ക് അയണിക് റേഡിയസിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, സോ അപ്പൊ കാറ്റയോണിന്റെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഹയർ ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ സ്മോളർ റേഡിയസ് ആയിരിക്കും. ആനയോണിന്റെ കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഹയർ ന്യൂക്ലിയർ ചാർജ് ആണെങ്കിൽ ലാർജർ റേഡിയസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ അറേഞ്ച്മെന്റ്സിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ആ എലമെന്റ്സ് എല്ലാവരും ഐസോ ഇലക്ട്രോണിക് ആയിരിക്കും. അതിന് ജസ്റ്റ് നമ്മൾ എന്ത് നോക്കിയാൽ മതി, ചാർജസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏതിനാണ് സൈസ് കൂടുതൽ ഏതിലാണ് സൈസ് കുറവെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും.
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം എനർജി, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കിലോ ജൂൾ പെർ മോളിലാണ് നമ്മൾ അത് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. യൂണിറ്റ് വരുന്നത് കിലോ ജൂൾ പെർ മോൾ ആണ്. സോ ഈ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി നോക്കുമ്പോൾ സക്സസീവ് ആയിട്ടുള്ള അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിനേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡിന്റെ വാല്യൂ, അതിലും കൂടുതലായിരിക്കും തേർഡിന്റെ വാല്യൂ. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ആവുമ്പോൾ ആ എലമെന്റിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. സോ എഫക്റ്റീവ് പോസിറ്റീവ് ചാർജ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ നെക്സ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അവിടെ വീണ്ടും പോസിറ്റീവ് ചാർജ് 2+ വരും. സോ പിന്നെയും ഫർദർ എന്ത് പറ്റും, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എനർജി സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് സക്സസീവ് അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. ഇലക്ട്രോൺ അഫിനിറ്റിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺ. സോ ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ചില ടൈമിൽ അത് അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെയും നമുക്ക് കിലോ ജൂൾ പെർ മോളിലാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി ഇലക്ട്രോൺ അഫിനിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമുക്കറിയാം, എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഒരു കൊവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ അതിന്റെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, അഡ്ജസെന്റ് ആറ്റത്തിന്റെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമ്മൾ പല സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത്. നോർമലി നമ്മൾ പോളിംഗ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് മുള്ളിക്കൻ സ്കെയിൽ ഉണ്ട്, ആൽഡ്രഡ് റോച്ചോ സ്കെയിൽ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് സ്കെയിലുകളുണ്ട്. അപ്പോൾ ഓരോ സ്കെയിലിനും പല ഇക്വേഷൻസും ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫ്ലോറിൻ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നമുക്ക് യൂണിറ്റ് ഒന്നുമില്ല റെപ്രസെന്റ് ചെയ്യുന്നതിന്. ഇനി നെക്സ്റ്റ് ഡിഫറെന്റ് തിയറീസ് ആണ് വരുന്നത്. സോ ഈ തിയറീസ് എല്ലാം അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്ന ഭാഗങ്ങളാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നമുക്കറിയാം, മാക്സ് പ്ലാങ്ക് ആണത് ഇൻവെന്റർ എന്ന് പറയുന്നത്. മാക്സ് പ്ലാങ്ക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ എനർജി. അപ്പൊ എനർജി നമ്മൾ എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് പാക്കറ്റ് ആയിട്ടാണെന്നാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത്. ആ ഡിസ്ക്രീറ്റ് പാക്കറ്റിനെയാണ് നമ്മൾ ക്വാണ്ട എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു h nu ആണ്, വേർ h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.626 ഇൻറ്റു 10⁻³ ജൂൾ സെക്കൻഡ് ആണ്. സോ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ് പ്ലാങ്ക് ആണ് വയ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതിൽ നമുക്ക് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ്. ആ പാക്കറ്റിനെയാണ് നമ്മൾ ക്വാണ്ട എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, എനർജി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു h nu ആണ്. അതിൽ ന്യൂ ഈസ് ദ ഫ്രീക്വൻസി, h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ചില സമയത്ത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അത് ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് ഓഫ് സഫീഷ്യൻറ്റ് ഫ്രീക്വൻസി ഫോൾസ് ഓൺ ഇറ്റ്. അപ്പോൾ ലൈറ്റ് ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ ആ ഒരു മെറ്റൽ സർഫസിൽ ഫോൾ ചെയ്യുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിന്റെ എമിഷൻ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ ഇക്വേഷൻ ആണ് h nu is equal to h nu 0 plus half mv². h nu 0 നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. μ0 എന്ന് പറയുന്നതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്.
അപ്പൊ വർക്ക് ഫംഗ്ഷൻ ആണ് എച്ച് ന്യൂ സീറോ. ഹാഫ് എം വി സ്ക്വയർ നമുക്കറിയാം കൈനറ്റിക് എനർജിയാണ്. സോ അപ്പൊ നമ്മളുടെ മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ടാവും, അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഉണ്ടാവും. ഇത് രണ്ടും എന്താണ്, ഇൻസിഡന്റ് ആവുന്ന റേഡിയേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ്. കോംപ്റ്റൺ ഇഫക്റ്റ് ആർതർ കോംപ്റ്റൺ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് അത് ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എക്സ്റേ സ്കാറ്റേർഡ് ബൈ ഇലക്ട്രോൺസ് ഷോ ആൻ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് പ്രൂവിങ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. സോ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിനെ പറ്റി പറഞ്ഞതാണ് കോംപ്റ്റൺ എഫക്റ്റ്. സോ എക്സ്റേ സ്കാറ്റേർഡ് ബൈ ഇലക്ട്രോൺസ്, അപ്പൊ എന്താണ് ഇലക്ട്രോൺസ്, എക്സ്റേസ് സ്കാറ്റർ ചെയ്യപ്പെട്ടത് ഇലക്ട്രോൺസ് ഷോ ആൻഡ് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. അതെന്ത് കാണിക്കും, വേവ് ലെങ്ത്തിൽ ഒരു ഇൻക്രീസ് കാണിക്കും. അതാണ് കോംപ്റ്റൺ എഫക്റ്റ് വഴി പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇ സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ ഫോട്ടോണിന്റെ മൊമെന്റം ആൻഡ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആണ് ഇതുവഴി പറഞ്ഞത്. ഒരു ഫോട്ടോണിന്റെ മൊമെന്റം ഇസ് ഈക്വൽ ടു എം വി ആൻഡ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആണ് ഇതുവഴി എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് ബോർസ് അറ്റോമിക് തിയറി ആണ്. നമുക്കറിയാം നീൽസ് ബോർ ആണ് അതിന്റെ ഇൻവെന്റർ. ഇലക്ട്രോൺസ് സർക്കുലർ ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽസ് ഉണ്ട് ഇലക്ട്രോൺസിൽ നിന്ന് മനസ്സിലായി. അതിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എം വി ആർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π ആണ്. എം വി ആർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2π ആണ്. സോ ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഹൈഡ്രജൻ സ്പെക്ട്രം അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു, പക്ഷേ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. അപ്പൊ ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് മാത്രമേ ഈ ബോർ അറ്റോമിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മൾട്ടി ഇലക്ട്രോണിന്റെ കേസിൽ അത് ഒരു ഫെയിലിയർ ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു അത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് വരുന്നതാണ് ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ്. അപ്പൊ ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തത്. എവരി മൂവിംഗ് പാർട്ടിക്കിൾ പൊസസസ് വേവ് നേച്ചർ. സോ എവരി മൂവിംഗ് പാർട്ടിക്കിൾ പൊസസസ് വേവ് നേച്ചർ. അപ്പൊ വേവ് നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, മൂവിംഗ് പാർട്ടിക്കിൾ ആണ്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അപ്പൊ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ഇതുവഴി പ്രപ്പോസ് ചെയ്യപ്പെട്ടത്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ് ഇക്വേഷൻ വരുന്നത്. മാറ്റർ വേവ്സ് ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം ആണ് എം പി എന്ന് പറയുന്നത്. അപ്പൊ വേവ് ലെങ്ത്, ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം, അതാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. വെർണർ ഹേസൻബർഗ് ആണ് അതിന്റെ ഇൻവെന്റർ. അത് പറഞ്ഞത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ കനോട്ട് ബി മെഷേർഡ് ഡിറ്റർമിൻഡ് സൈമൾട്ടേനിയസ്ലി വിത്ത് ആബ്സല്യൂട്ട് ആക്യുറസി. അതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. സോ ഇതൊരു ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഹേസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് ഫിക്സഡ് ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഡിസപ്രൂവ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾ ആണത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആണ്. എർവിൻ ഷ്രോഡിഞ്ചർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അദ്ദേഹം വേവ് ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺ യൂസിങ് വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്തത്. സോ ഒരു ഇലക്ട്രോണിന്റെ വേവ് ബിഹേവിയർ വേവ് ഫംഗ്ഷൻ സൈ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ് ഷ്രോഡിഞ്ചർ ചെയ്തത്. എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്നാണ് അതിന്റെ ജനറലൈസ്ഡ് ഫോം. അത് അറ്റോമിക് ഓർബിറ്റൽസിന്റെ വേവ് ഫംഗ്ഷൻ, വേവ് ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുകയാണ് ഈ ഇക്വേഷൻ വഴി ചെയ്തത്. ഓക്കെ, സോ ഇത്രയുമാണ് അറ്റോമിക് സ്ട്രക്ചറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം 3 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസിന് ഒരു ഓർബിറ്റലുകളിൽ സബ് ഷെൽസിൽ ഫില്ല് ചെയ്യുന്നത്. ആ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. സോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ഒരു ആറ്റത്തില് 2 ഇലക്ട്രോണിന് ഒരു കാരണവശാലും 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ട് ഒരു ഇലക്ട്രോൺ ഒരാറ്റത്തിൽ, 2 ഇലക്ട്രോൺ ഒരാറ്റത്തിൽ വരില്ല എന്നാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്.
അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓർബിറ്റലിന് മാക്സിമം 2 ഇലക്ട്രോണെ ഫിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 ഇലക്ട്രോൺസിന്റെ സ്പിൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. ഒരെണ്ണത്തിന് +½ ആണെങ്കിൽ അടുത്തതിന് -½ ആയിരിക്കും. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഹൺസ് റൂൾ ആണ്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അത് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ഡീജനറേറ്റ് ഓർബിറ്റൽ സിംഗ്ലി വിത്ത് പാരലൽ സ്പിൻ ബിഫോർ പെയറിംഗ്. അതായത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജി. അപ്പൊ നമുക്ക് എസ് ഓർബിറ്റലിൽ ആകെ എസ് സബ്ഷെല്ലിൽ ആകെ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പി സബ്ഷെല്ലിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 3 ഡീജനറേറ്റ് ഓർബിറ്റൽസ് അതിന് വരുന്നുണ്ട്. അതിന്റെ ഓറിയന്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് PX, PY ആൻഡ് PZ. അതേപോലെ തന്നെ ഡി നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് വരുന്നത്. DXY, DXZ, DYZ, DX² - Y² ആൻഡ് DZ². സോ ഇങ്ങനെയുള്ള ഡീജനറേറ്റ് ഓർബിറ്റൽസ് അതേപോലെ തന്നെ എഫിന് 7 ഡീജനറേറ്റ് ഓർബിറ്റൽസ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഡീജനറേറ്റ് ഓർബിറ്റൽസ് വരുമ്പോൾ ഇനീഷ്യലി നമ്മൾ ഇലക്ട്രോൺസിനെ സിംഗ്ലി ഓക്യുപ്പൈ ചെയ്യണം ഈ എല്ലാ ഓർബിറ്റൽസിലും. അതിനുശേഷം മാത്രമേ പെയറിംഗ് നടക്കുന്നുള്ളൂ. സോ പെയറിംഗ് ബിഗിൻസ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽസ് ഹാസ് 1 ഇലക്ട്രോൺ. അതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഓഫ് ബോ പ്രിൻസിപ്പിൾ ആണ്. നീൽസ് ബോർ ആണ് ഈ പ്രിൻസിപ്പിളിനെ റിഫൈൻ ചെയ്ത് വന്നത്. ഫർദർ റിഫൈൻമെന്റ് ബൈ ഫിസിസിസ്റ്റ് പോളി നീൽസ് ബോർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓഫ് ബോ പ്രിൻസിപ്പിളിനെ ഫർദർ റിഫൈൻ ചെയ്തത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിലെ പോളിയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ഓർബിറ്റൽസ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി. അപ്പൊ ഇൻക്രീസിങ് എനർജി ഇനീഷ്യലി നമ്മൾ ലോവസ്റ്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുക, അതിനുശേഷം ഇൻക്രീസിങ് എനർജിക്ക് അനുസരിച്ചിട്ട് ഇലക്ട്രോൺസിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഈ ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ സബ്ഷെൽസിന്റെ എനർജി കണ്ടുപിടിക്കുന്നത് N+L റൂൾ വെച്ചിട്ടാണ്. വേർ N is the principal quantum number and L is the azimuthal quantum number. So N+L റൂളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി നോക്കുന്നത്. സോ ഈ N+L സെയിം ആയിട്ട് വരുന്ന സബ്ഷെൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവസ്റ്റ് N വാല്യൂ ഉള്ള സബ്ഷെൽസിൽ വേണം ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ സംടൈംസ് നമുക്ക് എന്ത് പറ്റും, 2 സബ്ഷെൽസിൽ സെയിം N+L വാല്യൂ വരും. അപ്പൊ നമ്മൾ എന്തെടുക്കണം, ലോവസ്റ്റ് N ആയിട്ടുള്ള സബ്ഷെല്ല് വേണം ആദ്യം എനർജി ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇത്രയും പ്രിൻസിപ്പിളാണ് നമ്മൾ ഇലക്ട്രോൺസിന് ഓരോ ഓർബിറ്റൽസിലും ഫില്ല് ചെയ്യുന്ന അതിന്റെ കേസിൽ വരുന്ന പ്രിൻസിപ്പിൾസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിൽ നമുക്ക് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ആണ് വരുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ N വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 മുതൽ ആണ് അതിന്റെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈസ് ആൻഡ് എനർജി ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് അസിമത്തൽ ക്വാണ്ടം നമ്പർ നമുക്ക് L വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് സബ്ഷെല്ലാണ് അസിമത്തൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. സബ്ഷെൽസിന്റെ വാല്യൂസ്, സബ്ഷെൽസ് എന്ന് പറയുമ്പോൾ SP, D ആൻഡ് F, ഈ സബ്ഷെൽസിന്റെ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ ആണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. 0 മുതൽ N-1 വാല്യൂ വരെയാണ് L അല്ലെങ്കിൽ അസിമത്തൽ ക്വാണ്ടം നമ്പറിന് വരുന്നത്. അപ്പൊ സപ്പോസ് നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 3 ആണെങ്കിൽ 0 to 3 - 1, ദാറ്റ് ഈസ് 0 to 2 വരെ വാല്യൂസ് ആകാം. അപ്പൊ 0 വരാം, 1 വരാം, 2 വരാം, അങ്ങനെയാണ് വാല്യൂ വരുന്നത്. അപ്പൊ S സബ്ഷെൽ ആണെങ്കിൽ 0 ആയിരിക്കും അസിമത്തൽ ക്വാണ്ടം നമ്പർ, P ആകുമ്പോൾ 1 ആണ്, D ആകുമ്പോൾ 2 ആണ്, F ആകുമ്പോൾ 3 ആണ് അസിമത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ M യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മുടെ ഓർബിറ്റൽ ഓറിയന്റേഷനെയാണ് നമ്മൾ പറയുന്നത്. അതിന് -L മുതൽ +L വരെയാണ് അതിന്റെ വാല്യൂസ് വരുന്നത്. അതിൽ നമുക്ക് നമ്പർ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ് വരുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ അസിമത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 2 ആണ് മാക്സിമം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ക്യാൻ ഹാവ് വാല്യൂസ് ഫ്രം -2 to +2. അപ്പൊ നമുക്ക് -2, -1, 0, 1, 2 ഇത്രയും വാല്യൂസ് ആണ് വരുന്നത്.
ഓക്കെ. ഇനി നെക്സ്റ്റ് സ്പിൻ കോണ്ടന്റ് നമ്പർ ആണ്. അത് ഇലക്ട്രോണിന്റെ സ്പിന്നിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ് വാല്യൂസ് ആണ് ഉള്ളത്. ഇത് ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. ഇലക്ട്രോൺ സ്പിൻ ഡയറക്ഷനെയാണ് സ്പിൻ കോണ്ടന്റ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഐതർ നമുക്ക് പ്ലസ് ഹാഫ് ആയിരിക്കാം അല്ലെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കാം. സോ ഇപ്പോൾ ഒരു ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സ്പിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ ഓർബിറ്റലിൽ നമ്മുടെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറും അസിമത്തൽ കോണ്ടന്റ് നമ്പറും മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറും സെയിം ആയിട്ട് വരാം. പക്ഷേ എന്താണ്? സ്പിൻ കോണ്ടന്റ് നമ്പർ ആ രണ്ട് ഇലക്ട്രോൺസിനും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പിളിൽ പറഞ്ഞത്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്, നോ ടു ഇലക്ട്രോൺ ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഓൾ ഫോർ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കഴിഞ്ഞ 2 വർഷവും ഓരോ ക്വസ്റ്റ്യൻ വീതം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐതർ നമുക്ക് ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി പ്രിഡിക്റ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ പറയാനായിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഇത് നമ്മളുടെ ഒരു ടേബിളാണ്. ഈ ടേബിളിൽ നമ്മുടെ എല്ലാ ഷേപ്പുകളും കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ എത്ര ലോൺ പെയർസ് ഉണ്ട്, ബോണ്ട് പെയർസ് ഉണ്ടെന്ന് വരുന്നുണ്ട്, സ്റ്റെറിക് നമ്പർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളിത് ഓരോ ക്വസ്റ്റ്യൻസും വർക്ക് ചെയ്ത് നോക്കുക. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ CH4 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ CH4ലെ സെൻട്രൽ ആറ്റം ഏതാണെന്ന് കൺസിഡർ ചെയ്യണം. നമുക്കറിയാം കാർബൺ ആണ് സെൻട്രൽ ആറ്റം വരുന്നത്. കാർബൺ 4th ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ 4th ഗ്രൂപ്പിൽ കാർബൺ വരുമ്പോൾ അതിനെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് കാണാം 4 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട് അതില്. അപ്പൊ ഈ 4 ഇലക്ട്രോൺസും 4 ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് പെയർ യൂസ് ചെയ്യാനായിട്ട് ഫോം എടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 4 ബോണ്ട് പെയർ ആണ് വരുന്നത്, 0 ലോൺ പെയർ ആണ് വരുന്നത്. അപ്പൊ 4 ബോണ്ട് പെയറും 0 ബോണ്ട് പെയറും വരുമ്പോൾ ടെട്രാഹീഡ്രൽ ആയിരിക്കും നമുക്ക് ഷേപ്പ് കിട്ടുന്നത്. ജോമെട്രിയും ടെട്രാഹീഡ്രൽ തന്നെയായിരിക്കും. ഇനി 4 ആണ് സ്റ്റെറിക് നമ്പർ വരുന്നത്. അപ്പൊ സ്റ്റെറിക് നമ്പർ 4 ആകുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും. 4 ഓർബിറ്റൽസ് നമുക്ക് വേണം അവിടെ. ഒരു എസ് 3 പി, അങ്ങനെ 4 എടുക്കേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് sp3 ഹൈബ്രിഡൈസേഷൻ അവിടെ വരുന്നത്. അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കണം. ഓരോന്നും നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിനാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു ഓർഗാനിക് ബേസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ് ടോപ്പിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ്, അങ്ങനെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് വരുന്നുണ്ട്. അതിൽ ഇലക്ട്രോഫൈൽസ് അറിയാം. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ഫൈൽസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ലവിങ്. സോ ഇറ്റ് വിൽ ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ. അപ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഒരു എലമെന്റിൽ നിന്ന് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ. സോ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ് ആണ് അവര്. ലൂയിസ് ആസിഡ്സ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പെയർസ് ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. H+, NO2+, SO3. അപ്പോൾ BF3 ഒക്കെ, AlCl3 എല്ലാനും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. കാർബോകാറ്റൺ BF3 ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ബോറോണിന് നമുക്കറിയാം 3rd ഗ്രൂപ്പിലാണ് ബോറോൺ വരുന്നത്. അപ്പൊ 3 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അതിനുണ്ടാവുന്നത്. അത് കൂടാതെ ഫ്ലൂറിൻ ഓരോ ഇലക്ട്രോൺസിനും കൂടി അതിലേക്ക് കൊടുക്കും, ബോറോണിന് കൊടുക്കും. എന്താണ് ബോണ്ട് ഫോർമേഷന്റെ സമയത്ത്. അപ്പൊ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ ആയിട്ടുള്ള 3 ഇലക്ട്രോണും ഫ്ലോറിൻ 3 ഇലക്ട്രോണും കൂടി കൊടുക്കുമ്പോൾ ടോട്ടൽ അതിന് 6 ഇലക്ട്രോണേ വന്നുള്ളൂ. എന്നാലും BF3 എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എന്താണ് ഒരു മോളിക്യൂളാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒക്ടറ്റ് റൂൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേബിൾ ആവുള്ളൂ. പക്ഷെ ഇതെന്താണ് ഡെഫിഷ്യന്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒക്ടറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും അതെന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 6 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് മാത്രം അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോഫൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ സംടൈംസ് മോളിക്യൂൾസും ന്യൂട്രൽ മോളിക്യൂൾസും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോഫൈൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. ഇനി ന്യൂക്ലിയോഫൈൽ ആണ് നെക്സ്റ്റ് ടേം വരുന്നത്. അപ്പൊ ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. ന്യൂക്ലിയസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് ലവിങ് ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കാം. നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും. അപ്പൊ അതിന്
ഇലക്ട്രോൺ റിച്ച് ആയത് കാരണം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലൂയിസ് ബേസ് ആണത്. ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് അല്ലെങ്കിൽ ലൂയിസ് ബേസ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ലോൺ പെയർസ് പ്രസന്റ് ആയിരിക്കും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. OH മൈനസ്, CN മൈനസ്, NH3, H2O എക്സെട്ര. ഓക്കെ, ഇനി നെക്സ്റ്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എഫക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് എഫക്റ്റ് ആണ്. സിഗ്മ ഇലക്ട്രോൺസ് ആണ് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഡ്യൂ ടു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് വരുന്നത്. അതായത് ഒരു ആറ്റം അറ്റാച്ച്ഡ് ടു എന്താണ് ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് സ്പീഷീസ് ആണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിനെ ഈ ഇലക്ട്രോൺ നെഗറ്റീവ് സ്പീഷീസ് അട്രാക്ട് ചെയ്യും, അല്ലെ, ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കും. അത് എന്താണ്? ത്രൂ സിഗ്മ ബോണ്ടാണ്. അപ്പൊ സിഗ്മ ബോണ്ട് വഴി ഇങ്ങനെ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കും. അപ്പൊ രണ്ട് ടൈപ്പിലുള്ള ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണുള്ളത്. പ്ലസ് ഐ എഫക്റ്റ് ഉണ്ട്, മൈനസ് ഐ എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ മൈനസ് ഐ എഫക്റ്റും, ഇലക്ട്രോൺ ഡോണേഴ്സ് ആണെങ്കിൽ അവിടെ പ്ലസ് ഐ എഫക്റ്റും ആയിരിക്കും വരുന്നത്. അപ്പൊ സിഗ്മ ബോണ്ട് വഴിയാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ് ആണ്. അപ്പൊ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ഓർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ടു ഓർ മോർ സ്ട്രക്ചേഴ്സ്. ഒന്നിലധികം സ്ട്രക്ചറുകളിൽ പൈ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ അറിയാം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ. ബെൻസീൻ നമുക്കറിയാം, ആ 6 CC ബോണ്ടിൽ നമ്മുടെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയുള്ള എക്സാമ്പിൾ തന്നെയാണ് NO3 മൈനസ്, CO3 2 മൈനസ്, ഫീനോളൊക്കെ. ഓക്കെ, അപ്പൊ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ ഹൈബ്രിഡ് ആയിരിക്കും. ഈ റെസൊണൻസ് എഫക്റ്റ് നമ്മളുടെ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് എഫക്റ്റ് വരുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ മീസോമെറിക് എഫക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ, സിഗ്മ CH ഇലക്ട്രോൺസ് ഇൻ ടു ആൻ അഡ്ജസെന്റ് MT ഓർ പൈ ഓർബിറ്റൽ. അപ്പൊ എന്താണ്? സിഗ്മ CH ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അത് ഡീലോക്കലൈസ് ചെയ്യുന്നത് അഡ്ജസെന്റ് ആയിട്ടുള്ള MT ഓർബിറ്റലിലേക്കുള്ളെങ്കിൽ പൈ ഓർബിറ്റിലേക്കായിരിക്കും. ഈ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിന് നമ്മൾ നോ ബോണ്ട് റെസൊണൻസ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. കാർബോകാറ്റയോൺ, ആൽക്കീൻസിന്റെ ഒക്കെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും അതെന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. നമുക്കിവിടെ എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ അറിയാം. ടെർഷ്യറി is more stable than secondary, which is more stable than primary, and then CH3+. ഓക്കെ, അപ്പൊ ടെറിഷറിയിൽ മോർ സ്റ്റേബിൾ ആവാൻ കാരണം അതിൽ നമുക്ക് 9 ആൽഫ കാർബൺസ് പ്രസന്റ് ആണ്. സെക്കൻഡറിയിൽ പക്ഷെ 6 ആൽഫ കാർബൺസേ പ്രസന്റ് ഉള്ളൂ. അപ്പൊ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് കൂടും. അപ്പൊ നമ്പർ ഓഫ് ഹൈഡ്രജൻസിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റേഡിയോ ആക്ടിവിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പം ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സബ് ടോപ്പിക് വരുന്നുണ്ട്. നമുക്കറിയാം സ്പോണ്ടേനിയസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ്. ഈ ഡിസിൻറ്റഗ്രേഷൻ നമുക്ക് ഐദർ ആൽഫ, ബീറ്റ ഓർ ഗാമ റേസ് വഴിയാണ് നടക്കുന്നത്. ആൽഫ റേസ് ആണെങ്കിൽ നമുക്കറിയാം ഹീലിയം ആറ്റം ആണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് നമ്പർ 4 ഡിക്രീസ് ചെയ്യും, അറ്റോമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്യും. ബീറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിന്റെ എമിഷൻ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യും. അതിൽ ബീറ്റ പ്ലസും ഉണ്ട്, ബീറ്റ മൈനസും ഉണ്ട്, ഗാമ റേസ് ഉണ്ട്. ഗാമ റേസ് ഉള്ളപ്പോൾ നമുക്ക് എന്താണ്? അറ്റോമിക് നമ്പറിലോ മാസ് നമ്പറിലോ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ റേഡിയോ ആക്ടിവിറ്റി നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് ബെക്കറേൽ അല്ലെങ്കിൽ ക്യൂറി എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അപ്പൊ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ആണ്. അതൊരു എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നമുക്കറിയാം എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇനീഷ്യലി എത്ര എമൗണ്ട് ഓഫ് ന്യൂക്ലിയർ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ എമൗണ്ടിനെ മാത്രമേ നമുക്ക് റേഡിയോ ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റിക്വയർഡ് ഫോർ ഹാഫ് ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ ഇൻ എ സാമ്പിൾ ടു ഡീകേ.
അപ്പൊ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ ഡീകേ ചെയ്ത് ഹാഫ് ആകുന്നതിന് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ആണ് T12 is equal to 0.693/λ. നമ്മൾ സെക്കൻഡ്സിലോ മിനിറ്റ്സിലോ അവേഴ്സിലോ ഇയേഴ്സിലോ ഒക്കെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഹാഫ് ലൈഫ് പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനീഷ്യൽ എമൗണ്ടിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ഇനീഷ്യൽ എമൗണ്ട് എത്രയാണെങ്കിലും അതിന്റെ ഹാഫ് ആവുന്നതിന് എടുക്കുന്ന പീരീഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഫിഷൻ നമുക്കറിയാം, ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ആൻഡ് എനർജി അതിന്റെ കൂടെ റിലീസ് ചെയ്യും. ചിലപ്പോൾ ന്യൂട്രോൺസോ എനർജിയോ ഒക്കെ റിലീസ് ചെയ്യും. ഓക്കെ, മില്യൺ ഇലക്ട്രോൺ വോൾട്ടിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ചെയിൻ റിയാക്ഷൻസ് അവിടെ പോസിബിൾ ആണ്. കൺട്രോൾഡ് ആയിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷനിൽ നമുക്കറിയാം ലൈറ്റ് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഹെവി ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്തും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നെയാണ് യൂണിറ്റ് വരുന്നത്. സൺ സ്റ്റാർസിലൊക്കെ ഒക്കർ ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഫിഷൻ. ബിക്കോസ് ഇറ്റ് നീഡ്സ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഹൈ ടെമ്പറേച്ചർ പ്രസന്റ് ആണെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാർസിലും സൺസിലും നടക്കുന്ന റിയാക്ഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് അതിൽ വരുന്നത് മാസ് ഡിഫക്റ്റ് ആണ്. മാസ് ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് മാസസ് ഓഫ് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസ് ആൻഡ് ആക്ച്വൽ ന്യൂക്ലിയർ മാസ്. അപ്പൊ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിന്റെ മാസിന്റെ സം subtracted by ന്യൂക്ലിയസിന്റെ ചാർജ്. അതിനെയാണ് മാസ് ഓഫ് ന്യൂക്ലിയസ് വരുന്നതാണ് നമ്മളുടെ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാസിസ് നമുക്ക് ഈ മാസാണ് നമ്മുടെ ബൈൻഡിങ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി നമുക്കറിയാം, എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് എ ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി ഇൻടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിനെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ന്യൂക്ലിയോൺസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് മോർ സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ഡിസ്കഷന്റെ സമയത്ത് കണ്ടു, നമുക്ക് മാക്സിമം ബൈൻഡിങ് എനർജി തരുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് അയൺ ആണ്. അത് കഴിയുമ്പോൾ നിക്കൽ വരും. ഓക്കെ, ഇത് നമ്മൾ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലെങ്കിൽ ജൂൾസിൽ, കിലോ ജൂൾസിലൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എം സി സ്ക്വയർ ആണ്. അതിൽ ഡെൽറ്റ എം എന്ന് പറയുന്നത് മാസ് ഡിഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 931.5 ഇൻറ്റു ഡെൽറ്റ എം. അപ്പൊ ആ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും ഈ ബൈൻഡിങ് എനർജി കിട്ടുന്നത്. സോ ഇത്രയുമാണ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ മോസ്റ്റ് ക്വസ്റ്റ്യൻസും കണ്ടത് ന്യൂമറിക്കൽസ് ആയിരുന്നു, പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് നമുക്ക് രണ്ട് എക്സാംസ് ആണ് കഴിഞ്ഞ 2015 2023 നടന്നത്. അതിൽ 2015 അതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള 2023 ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ 2015 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2015 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മോഡ്യൂൾ 1 നിന്ന് 11 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വേരി ചെയ്യാം. 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 മാർക്കാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടുകയോ കുറയുകയോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ 11 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ 11 ക്വസ്റ്റ്യൻസും ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ടോപ്പിക് തന്നെ മോഡ്യൂൾ 1 തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബേസിക് ലെവൽ ടോപ്പിക്കാണ്. +2 വരെയുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ അതിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഹയർ ലെവലൊന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ 11 മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണിത്. നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് ഈ മോഡ്യൂൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ കണ്ടു നമുക്ക് 8 സബ് ടോപ്പിക്കുകളാണ് മോഡ്യൂൾ 1 2015 ക്വസ്റ്റ്യൻ പേപ്പർ 2 സബ് ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുള്ളൂ. 6 ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2023 കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഈ വർഷവും പാറ്റേണുകളെല്ലാം ചേഞ്ച് ചെയ്ത് കാരണം മാക്സിമം കവറേജ് വരാനാണ് സാധ്യതയുള്ളത്.
അപ്പം രണ്ട് ടോപ്പിക്കുകൾ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും വന്നത്. അപ്പൊ 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 11 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസും കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്നുമാണ് വന്നത്. അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് വെറുതെ ആറ്റോമൈസേഷന്റെ ഇക്വേഷൻ തന്നിട്ട് അത് ഏത് എൻതാൽപ്പി ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു മീഡിയം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ലാറ്റിസ് എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ബോണ്ട് എനർജിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും ഈസി ആയിരുന്നു. VSEPR നിന്ന് ഇതേപോലെ തന്നെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹൈബ്രിഡൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് കെമിക്കൽ ബോണ്ടിങ് ടോപ്പിക്കിൽ നിന്ന് വന്നത്. അപ്പൊ 11 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസും എന്തിൽ നിന്നായിരുന്നു? കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നായിരുന്നു വന്നിരുന്നത്. പിന്നെ നമുക്ക് കണ്ടത് ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെയുള്ള 6 ക്വസ്റ്റ്യൻസും വന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ, കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ കണ്ടത് ഹാഫ് ലൈഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആൽഫ ഡിക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാജിക് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, DK സീരീസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എഗെയിൻ ഹാഫ് ലൈഫ്. അപ്പൊ ഹാഫ് ലൈഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. 11 ക്വസ്റ്റ്യൻസിൽ 6 എണ്ണവും ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്നും 5 എണ്ണവും എന്താണ്? കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നുമാണ് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പിക് വൈസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഒരു 46% ക്വസ്റ്റ്യൻസ് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നും റിമൈനിങ് ഒരു 54% ആണ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്നും വന്നത്. അപ്പൊ നമുക്ക് സബ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ VSEPR തിയറിയിൽ നിന്ന് അല്ലെങ്കിൽ മോളിക്കുലാർ ജോമെട്രി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബോണ്ട് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ബോണ്ട് ഹേബർ സൈക്കിൾ അല്ലെങ്കിൽ അയണിക് ബോണ്ട് റിലേറ്റഡ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ്, പിന്നെ ഹൈബ്രിഡൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഹാഫ് ലൈഫിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ, ആൽഫ ഡിക്കയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, മാജിക് നമ്പർ, ദെൻ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ സീരീസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ഹാഫ് ലൈഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബോണ്ട് അല്ലെങ്കിൽ ബോണ്ട് ഹേബർ സൈക്കിളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ കെമിക്കൽ ബോണ്ടിങ്ങും ന്യൂക്ലിയർ കെമിസ്ട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓവർവ്യൂ നോക്കുവാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ തന്നെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചിരുന്നത്. ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചത് മേജറായിട്ട് 5 ടോപ്പിക്കിൽ നിന്നായിരുന്നു. അപ്പൊ 3 ടോപ്പിക് അവർ കവർ ചെയ്തിട്ടേ ഇല്ല, 5 ടോപ്പിക്കിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പൊ 5 ടോപ്പിക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ 5 ടോപ്പിക് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷനിൽ നിന്ന് ഇലക്ട്രോണിക് എഫക്റ്റ് ഹൈപ്പർ കോൺജുഗേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്ന് മെറ്റാലിക് ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ ചോദിച്ചത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരുന്നത്. ഇനി അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് വീണ്ടും സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ന്യൂട്രോണിന്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ അയനൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഹൺസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്താണ് മിക്സഡ് 5 ടോപ്പിക് മിക്സഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പൊ 5 ടോപ്പിക്കിൽ നിന്നാണ് ഈ 10 ക്വസ്റ്റ്യനും ചോദിച്ചത്. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് അഗെയിൻ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന്. അപ്പൊ കെമിക്കൽ ബോണ്ടിങ്ങിൽ കഴിഞ്ഞ വർഷം 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഈ വർഷം കുറഞ്ഞ് 2 ക്വസ്റ്റ്യൻ ആയി. എന്നാലും അതൊരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ന്യൂക്ലിയർ കെമിസ്ട്രിയും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, 6 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിന്ന് ഒരു ക്വസ്റ്റ്യനായി മാറി, എന്നാലും അതൊരു ഹൈ പ്രയോറിറ്റി ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് എഫക്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കഴിഞ്ഞ 2015 ഇലക്ട്രോണിക് എഫക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായില്ല, പക്ഷെ ഈ വർഷം 23 ക്വസ്റ്റ്യൻ ഉണ്ടായി.
ഓക്കെ. സോ ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ ഇതെല്ലാം ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആൻഡ് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കണ്ടത്. ഇതിലെല്ലാം ഈ ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ അയണിക് റേഡിയേറ്റ് ട്രെൻഡ് ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ ന്യൂട്രോണിന്റെ ഡിസ്കവറി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. VSEPR തിയറിയിൽ നിന്ന് ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാനായിരുന്നു. അതേപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ മെറ്റാലിക് ക്യാരക്ടർ, ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോൺ ക്യാപ്ചർ, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഹൺസ് റൂള്, ആ പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഒരു അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടു 2015 നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങും ന്യൂക്ലിയർ കെമിസ്ട്രിയും മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2023 വന്നപ്പോൾ 5 ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ. അപ്പൊ 5 ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവര് പ്രയോറിറ്റി കൊടുത്തത് അറ്റോമിക് സ്ട്രക്ചറിനും പീരിയോഡിക് പ്രോപ്പർട്ടീസിനും ആയിരുന്നു. പിന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂക്ലിയറും ഇലക്ട്രോണൈഫിക്കറ്റും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. ഓക്കെ. എന്നിരുന്നാലും ഈ 5 ടോപ്പിക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം, പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 5 ടോപ്പിക്കുകളും ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നോക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഈ 2 വർഷവും ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഹൈബ്രിഡൈസേഷൻ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ XCF4ന്റെ ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ BRF5ന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ഓക്കെ. അപ്പൊ 2 വർഷവും എന്ത് ചോദിച്ചിട്ടുണ്ട്? 2015 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഹൈബ്രിഡൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട്, 2023 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ പാർട്ടിൽ നിന്ന് വരുന്നത്. ഇനി VSEPR തിയറിയെ ബേസ് ചെയ്തിട്ട് 2015 നമുക്ക് ബോണ്ട് ആംഗിൾ പ്രഡിക്റ്റ് ചെയ്യാനുണ്ട്. ബോണ്ട് ആംഗിളിന്റെ ഓർഡർ ആണ് പ്രഡിക്റ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ 2023 നമുക്ക് ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാനായിരുന്നു. അപ്പൊ ഇത് രണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? VSEPR തിയറി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതും എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. പക്ഷെ 2 ടോപ്പിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, +2 ലെവൽ ടോപ്പിക്കാണ്. ഇനി ന്യൂക്ലിയറിലെ ഹാഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് 2015 തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2023 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ടൈം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ വർഷം ചോദിക്കാനായിട്ട് സാധ്യതയായിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഇനി മെറ്റാലിക് ക്യാരക്ടറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2023 കണ്ടത്, ഇൻക്രീസിങ് മെറ്റാലിക് ക്യാരക്ടറിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്താണ് 2023 കണ്ടത്. പിന്നെ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2023 വന്നത്. അപ്പം ബാക്കിയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെരിമെന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടായികയില്ല, ഇലക്ട്രോണോ ന്യൂട്രോണോ അല്ലെങ്കിൽ ന്യൂക്ലിയസോ പ്രോട്ടോണോ അതിന്റെയൊക്കെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു പക്ഷേ സയന്റിസ്റ്റിന്റെ പേരോ അല്ലെങ്കിൽ എന്ത് റിയാക്ഷൻ ആണ് അവിടെ നടന്നതെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ. ഇനി അയനൈസേഷൻ എന്താൽപ്പിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2023 വന്നത്. 2015 ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹൺസ് റൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ 2023 ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന കോൺഫിഗറേഷൻ വരുന്ന ആ 3 പ്രിൻസിപ്പിൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി NYP റേഷ്യോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2015 ചോദിച്ചിട്ടുണ്ടായിരുന്ന. പിന്നെ റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏജ് ഓഫ് റോക്ക് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2015. അപ്പൊ ഇത്രയുമാണ് ഓവറോൾ സബ് ടോപ്പിക് ബേസ്ഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് സമ്മറി നമ്മളുടെ കഴിഞ്ഞ 2015 2023 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ. പക്ഷെ നമ്മൾ ടോപ്പിക്കുകൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് 10 മാർക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഫൈനലി നമുക്ക് ഒരു സിലബസിൽ ഒരു സെന്റൻസ് വരുന്നുണ്ട്, ഈ ടോപ്പിക്കിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലല്ലാതെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാലും മോഡ്യൂൾ 1 ഒരു ടോപ്പിക്ക് നിങ്ങൾ മിസ് ചെയ്യരുത്. മോഡ്യൂൾ 1 വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, +2 ലെവലിലുള്ള ഒരു ടോപ്പിക്കാണ് അത് വരുന്നത്.
അപ്പോൾ ഇതിന്റെ നേരത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് കണ്ടതിന്റെ ഒരു പ്രയോറിറ്റി അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് കൂടുതലും കണ്ടത് 2023-ലാണ്. മെറ്റാലിക് ക്യാരക്ടർ, അയണിക് റേഡിയ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയൊക്കെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. അപ്പൊ അതൊരു ഹൈ പ്രയോറിറ്റി ടോപ്പിക് ആണ്. 2023-ൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആ പാർട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇനി കെമിക്കൽ ബോണ്ടിങ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് വരുന്നത് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ VSEPR തിയറി, ജോമെട്രി, ബോണ്ട് ആംഗിൾ, ബോണ്ട് ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ളൊരു റിലേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഒന്നിലധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അറ്റോമിക് സ്ട്രക്ചറിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ 2023-ൽ 3 ടോപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഇതേപോലെ തന്നെ ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് 2015-ൽ വന്നത്. ഒരു ക്വസ്റ്റ്യൻ 2023-ൽ വന്നുള്ളൂ. പക്ഷെ ഈ വർഷം ഒരു പക്ഷേ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതും എന്താണ്, ഒരു ഹൈ പ്രയോറിറ്റി നോക്കി കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് റേഡിയോ ആക്ടിവിറ്റി. ഇനി മോഡറേറ്റ് ആയിട്ടുള്ള എന്താണ് മോഡറേറ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് നെക്സ്റ്റ് വരുന്നത്. ഇലക്ട്രോണിക് എഫക്റ്റും, ബോൺ ഹേബർ സൈക്കിൾ അല്ലെങ്കിൽ ലാറ്റിസ് എനർജി, ബോണ്ട് എനർജി. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ വീതം ഏതെങ്കിലും ഒരു ഇയർ ആണ് ഇതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇത് വിട്ടുകളയാൻ പാടില്ല. അത് ഒരു മോഡറേറ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകാം. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1-ന്റെ 2023-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വിച്ച് കാർബോകാറ്റയോൺ ഹാസ് ഗ്രേറ്റർ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻട്രാക്ഷൻ. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏത് കാർബോകാറ്റയോണിലാണ് ഈ കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻട്രാക്ഷൻ വരുന്നത്? അപ്പൊ നമ്മൾ ഇനീഷ്യലി സമ്മറി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പൊ എത്ര ആൽഫ CH ബോണ്ട് പ്രസന്റ് ഉണ്ടോ അത്രയും അതിന്റെ എന്താണ് സ്റ്റെബിലിറ്റി കൂടും, അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻട്രാക്ഷൻ കൂടും എന്ന് പഠിച്ചു. അപ്പൊ നമുക്കറിയാവുന്നതാണ്, ടെർഷറി കാർബോകാറ്റയോണിലാണ് 3 CH3 ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ അതിനായിരിക്കും ടോട്ടൽ 9 ആൽഫ CH അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം വരുന്നത്. അപ്പൊ അതിന് തന്നെയായിരിക്കും എന്ത് കൂടുതൽ, ഗ്രേറ്റർ ഹൈപ്പർ കോൺജുഗേഷൻ ഇൻട്രാക്ഷൻ കൂടുതൽ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട് അഡ്ജസെന്റ് ടു ദ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഓർ ഡബിൾ ബോണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊരു നോൺ ബോണ്ട് റെസൊണൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബേക്കർ-നേതൻ എഫക്റ്റ് എന്നും വിളിക്കും. അപ്പൊ ഗ്രേറ്റർ നമ്പർ ഓഫ് അഡ്ജസെന്റ് ബീറ്റാ CH ബോണ്ട്സ്, ദ ഗ്രേറ്റർ ദ ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് ഹെൻസ് ദ ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. അപ്പൊ CH ബോണ്ട്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി കൂടും. അതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വരുന്നത്. അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ ബീറ്റ ഹൈഡ്രജൻ പ്രസന്റ് ഉള്ളത് ടെറിഷറിക്കാണ്. 9 ബീറ്റ ഹൈഡ്രജൻസ് ആണ് പ്രസന്റ് ഉള്ളത്. സെക്കൻഡറിക്ക് 6, പ്രൈമറിക്ക് 3 ആൻഡ് CH3+ ഇല്ല. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ഏതിനായിരിക്കും? ടെറിഷറി കാർബോകാറ്റയോണും, ദെൻ സെക്കൻഡറി കാർബോകാറ്റയോൺ, ദെൻ പ്രൈമറി കാർബോകാറ്റയോൺ, ദെൻ CH3+. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ. ഇപ്പൊ കുറച്ച് എലമെന്റുകൾ തന്നിട്ടുണ്ട്, മെറ്റൽസ് ആണ് തന്നിരിക്കുന്നത്. ആ മെറ്റൽസിന്റെ മെറ്റാലിക് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബെറീലിയം, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, റുബീഡിയം, ഇങ്ങനെയാണ് എലമെന്റുകൾ തന്നിട്ടുള്ളത്. ഇപ്പൊ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴും മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് മെറ്റാലിക് ആയിട്ട് വരുന്നത്. ദെൻ അവിടെ നിന്ന് നമ്മൾ ഹാലോജൻസിലേക്ക് പോകുന്തോറും നോൺ മെറ്റലാണ്, അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നതാണ് വരുന്നത്. ഇനി നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് എന്താണ് ട്രെൻഡിനെയും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ അറേഞ്ച്മെന്റ്സ് നടത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഗ്രൂപ്പ് 1-ലുള്ള എലമെന്റ്സിനായിരിക്കും ഹയസ്റ്റ് കാണിക്കുക. അപ്പൊ ഗ്രൂപ്പ് 1-ൽ തന്നെ ഏറ്റവും താഴെയുള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടർ വരിക. അപ്പൊ നമുക്കറിയാം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം എന്ന് പറയുന്നതിൽ റുബീഡിയം ആണ് ഏറ്റവും താഴെ വരുന്നത്. അപ്പൊ റുബീഡിയം, ദെൻ സോഡിയം. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെന്റ് ബെറീലിയം, മഗ്നീഷ്യം എന്ന് വന്നിട്ടുണ്ട്. ബെറീലിയം, മഗ്നീഷ്യത്തില് ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം. അപ്പോൾ മഗ്നീഷ്യം ആണ് താഴെ കിടക്കുന്നത്. അപ്പോൾ മഗ്നീഷ്യം ദെൻ വരും, അത് കഴിയുമ്പോൾ ബെറീലിയം വരും. പിന്നെ തേർഡ് ഗ്രൂപ്പിലുള്ള അലൂമിനിയം വരും.
ഓക്കെ. സോ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ പീരീഡ് വൈസ് ഓർഡർ എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഓർഡർ എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും, ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിരിക്കുക. ഓക്കെ. സോ ഇതേപോലെ തന്നെ നമുക്ക് അയനൈസേഷന് എനർജി അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം, ഇലക്ട്രോൺ അഫിനിറ്റി അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ സെയിം മെറ്റാലിക് ക്യാരക്ടർ തന്നെ ആയിരിക്കത്തില്ല അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കേണ്ടാവുക. വിച്ച് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ ലീഡ്സ് ടു ദ ഡിക്രീസ് ഓഫ് അറ്റോമിക് നമ്പർ ബൈ 1? നമുക്കറിയാവുന്നതാണ് അറ്റോമിക് നമ്പർ 1 കുറയ്ക്കുന്നത് ഏത് ന്യൂക്ലിയർ റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫ ഡി കെ എല്ലാം നമുക്കറിയാം, അതെന്താണ്, ഹീലിയം ആറ്റത്തിന്റെ റിലീസ് ആണ്. ബീറ്റ ഡി കെ വരുമ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത് കാരണം അറ്റോമിക് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ് ആണ്. ഇലക്ട്രോൺ ക്യാപ്ചർ ആണ് അതിൽ ആൻസർ വരുന്നത്. ഗാമ ഡി കെ ഒക്കെ നമുക്കറിയാം എന്ത് വരുന്നില്ല, ചേഞ്ചസ് ഒന്നും വരുന്നില്ല, അറ്റോമിക് നമ്പറിലോ മാസ് നമ്പറിലോ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ. അപ്പൊ അതിന്റെ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൽഫ ഡി കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ 2 ഡിക്രീസ് ചെയ്യും ആൻഡ് മാസ് നമ്പർ 4 ഡിക്രീസ് ചെയ്യും. ബീറ്റ ഡി കെ ആണ് വരുന്നുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യും, മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ഇലക്ട്രോൺ ക്യാപ്ചർ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 1 ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് മാസ് നമ്പറിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഗാമ ഡി കെക്ക് അറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഇത്രയുമാണ് ഈ 4 ഓപ്ഷൻസിന്റെയും എഫക്റ്റ് വരുന്നത് ന്യൂക്ലിയർ റിയാക്ഷനിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈബ്രിഡൈസേഷൻ ഓഫ് BrF5 മോളിക്യൂൾ. BrF5 മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ BrF5ന്റെ സ്റ്റെറിക് നമ്പർ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ സ്റ്റെറിക് നമ്പർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിനനുസരിച്ചിട്ടുള്ള സബ്ഷെൽസ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ BrF5ൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് സെൻട്രൽ ആറ്റം ഏതാണെന്നുള്ളതാണ്. അപ്പൊ സെൻട്രൽ ആറ്റം ബ്രോമിൻ ആണ്. ബ്രോമിൻ നമുക്കറിയാം ഹാലജൻസിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 7 വരുന്നത്. ഓക്കെ. ആ 7 വാലൻസ് ഇലക്ട്രോണുള്ള 5 ബോണ്ട് ഫോർമേഷന് ഫ്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 5 സിഗ്മ ബോണ്ട് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഓരോ ഫ്ലോറിനുമായിട്ടും ഒരു സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. അപ്പൊ 5 ബോണ്ട് പെയർ നമുക്കുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ആകുമ്പോൾ 5+1 സ്റ്റെറിക് നമ്പർ 6 ആണ് വരുന്നത്. അപ്പൊ സ്റ്റെറിക് നമ്പർ 6 വരുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d2 ആണ്. sp3 and 2d, അങ്ങനെ 6 സബ്ഷെൽസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി അതിന്റെ ജോമെട്രി വരുന്നത് 6 സ്റ്റെറിക് നമ്പർ ആയതുകൊണ്ട് തന്നെ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. പക്ഷെ നമ്മൾ മോളിക്കുലർ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് നോക്കണം, റിപ്പൽഷൻ നോക്കണം. അപ്പൊ ലോൺ പെയർ റിപ്പൽഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ദെൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. അപ്പൊ മിനിമം റിപ്പൽഷൻ ഉള്ള ഒരു ജോമെട്രി വേണം നമ്മൾക്ക് കൊടുക്കാനായിട്ട്, ആ മോളിക്യൂളിന്റെ ഷേപ്പിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ് ഈ മോളിക്യൂളിന് വരുന്നത് BrF5. അപ്പൊ ഏത് മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ സ്റ്റെറിക് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ജോമെട്രിയോ അല്ലെങ്കിൽ മോളിക്കുലാർ ഷേപ്പോ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? അപ്പൊ നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് നമ്മുടെ മിനിമം ത്രഷോൾഡ് എനർജി ഉള്ള ഒരു ലൈറ്റ് മെറ്റൽ സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ആവുന്ന പ്രോസസ്സിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അപ്പൊ നമുക്ക് വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമം എനർജിയാണ് ഇലക്ട്രോണിന് എന്താണ് റിമൂവ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പൊ ലോ വർക്ക് ഫംഗ്ഷൻ എമിറ്റ് ഇലക്ട്രോൺസ് മോർ ഈസിലി. അപ്പൊ വർക്ക് ഫംഗ്ഷൻ കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്, ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ട്രാൻസിഷൻ മെറ്റൽസ് ഉണ്ട്, ഹെവി മെറ്റൽസ് ഉണ്ട്. ഇത്രയുമാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് വരാൻ കാരണം അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ ഉള്ളത് കാരണം തന്നെ അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഈസിയാണ്. അയനൈസേഷൻ എനർജി അതിന്റെ വളരെ കുറവാണ്. അപ്പൊ വർക്ക് ഫംഗ്ഷൻ കുറവ് മതി. അപ്പൊ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ഇമിറ്റ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കും. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനാണെങ്കിൽ നമുക്കറിയാം S2 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്, അതിന് കുറച്ചും കൂടി എനർജി വേണ്ടി വരും. അപ്പൊ വർക്ക് ഫംഗ്ഷൻ കുറച്ചും കൂടി കൂടുതൽ വേണം ആൽക്കലി മെറ്റൽസിനേക്കാളും.
ഓക്കെ. ആൻഡ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കേസിൽ നമുക്കറിയാം സ്ട്രോങ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്, ഹയർ വർക്ക് ഫംഗ്ഷൻ വേണം. ഹെവി മെറ്റൽസിന്റെ കേസിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രിഫർ ചെയ്യുന്നില്ല. ലോ അറ്റോമിക് സൈസ് ഉള്ള അല്ലെങ്കിൽ ലാർജ് സൈസ് ഉള്ള മെറ്റൽസിന് ഒരു കാരണവശാലും ഫോട്ടോ ഇലക്ട്രിക് എമിഷന് എഫക്റ്റിലേക്ക് നമ്മൾ പ്രിഫർ ചെയ്യാത്ത ഒരു മോളിക്യൂളാണ്. ഓക്കെ. അപ്പോൾ ലോ വർക്ക് ഫംഗ്ഷനും ലോ അയണൈസേഷൻ എന്താൽപിയും ഉള്ള ആൽക്കലി മെറ്റലാണ് ഈ നമ്മുടെ ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്ന മെറ്റൽ. ഓക്കെ. ഇപ്പൊ ആൻസർ ബി ആണ് വരുന്നത്, ആൽക്കലി മെറ്റൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് Na+, Mg2+, F- O2-. അപ്പൊ ഇത്രയും സ്പീഷീസ് തന്നിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ലെങ്ത് ഓഫ് ദ റേഡിയ. അപ്പൊ അറ്റോമിക് റേഡിയന്റെ ബേസിൽ, അയണിക് റേഡിയയുടെ ബേസിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഞാൻ സമ്മറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, അയണിക് റേഡിയയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ കാറ്റയോൺസിന് ചാർജ് കൂടുതലാണെങ്കിൽ അതിന്റെ സൈസ് കുറവായിരിക്കും, ആനയോൺസിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ അതിന്റെ സൈസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുക, O2- ആനയോൺസിന്റെ കേസിൽ ചാർജ് കൂടുതലുള്ളത്, അപ്പൊ അതിന്റെ സൈസ് ആയിരിക്കും മാക്സിമം. അത് കഴിയുമ്പോൾ F- വരും. ഇനി നമ്മൾ കാറ്റയോൺ നോക്കുവാണെങ്കിൽ കാറ്റയോണിന്റെ ചാർജ് കൂടുതലാണെങ്കിൽ സൈസ് കൂടുതലായിരിക്കും. അപ്പൊ കാറ്റയോണിന്റെ ചാർജ് കൂടുതലുള്ളത് നമ്മൾ സൈസ് കുറവായിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ Mg2+ കഴിഞ്ഞിട്ടാണ് Na+ വരുള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ ഓർഡർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും, Mg2+, Na+, F- O2-. അങ്ങനെയായിരിക്കും അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ രണ്ട് എൻഡിലും നമ്മൾ നോക്കുമ്പോൾ ചാർജ് കൂടുതലുള്ള സ്പീഷീസുകളാണ് രണ്ട് എൻഡിലും വന്നിരിക്കുന്നത്. അപ്പൊ Mg2+ന്റെ 2+ വന്നപ്പോൾ ചാർജ് കൂടുതൽ വന്നപ്പോൾ സൈസ് കുറഞ്ഞു. ഇനി 2- വരുമ്പോൾ ചാർജ് കൂടുതൽ വരുമ്പോൾ സൈസ് കൂടി. ഓക്കെ. അപ്പൊ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന അയോൺസ് അല്ലെങ്കിൽ ആറ്റംസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിന്റെ ന്യൂക്ലിയർ ചാർജ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും അതിനെ പോസസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ് വരുന്നത്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് ആണ്, ചാർജ് ഡിഫറെന്റ് ആണ് വരുന്നത്. അപ്പൊ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് ആണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ദ ബോംബാർഡ്മെന്റ് ഓഫ് ബെറീലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ ബെറീലിയത്തിനെ ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബോംബാർഡ് ചെയ്തപ്പോൾ ഡിസ്കവർ ചെയ്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂട്രോൺ. സോ ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിളും അതിന്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ന്യൂട്രോൺ നമുക്കറിയാം ജെയിംസ് ചാഡ്വിക് ആണ് ബെറീലിയം ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബൊമ്പാർഡ് ചെയ്തപ്പോഴാണ് ന്യൂട്രോൺ എമിഷൻ നടന്നത്. ന്യൂട്രൽ പാർട്ടിക്കിൾ ആണ് വിത്ത് മാസ് നിയർലി ഈക്വൽ ടു പ്രോട്ടോൺ വെർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ അതിനെയാണ് നമ്മൾ ന്യൂട്രോൺ എന്ന് നെയിം ചെയ്തത്. ഓക്കെ. ഇനി ഇലക്ട്രോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജെ തോംസൺ ആണ് പ്രഡിക്ട് ചെയ്തത്. കാഥോഡ് റേ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ് ഇതിന് ഹെൽപ്ഫുൾ ആയത്. എനിക്ക് കാഥോഡ് റേസ് സ്ട്രീം ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ഇലക്ട്രോൺസ് ആണ്, അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അങ്ങനെയാണത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് മനസ്സിലായത്. ഇനി പ്രോട്ടോൺ റൂദർഫോർഡ് ആണ് ഡിസ്കവർ ചെയ്തത്. നൈട്രജൻ ഗ്യാസിന് ആൽഫ പാർട്ടിക്കിൾ വെച്ച് ബോംബാർഡ് ചെയ്തപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ അവിടെ നടന്നു. അങ്ങനെയാണ് പ്രോട്ടോൺ എമിറ്റ് ചെയ്തത്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് വാസ് എമിറ്റഡ്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്, H+. ഓക്കെ. ഇത്രയുമാണ് സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമ്മറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് N ഈസ് 1s2, 2s2, 2px1, 2py1, 2pz1. വിച്ച് റൂൾ എക്സ്പ്ലെയിൻസ് ദിസ്? ഇത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ തന്നെ ഓപ്ഷനിൽ ഡിസ്കസ് ചെയ്താണ്. ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ് ഇവിടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി. അതിൽ Px1, Py1, Pz1 വരുന്നത് എന്താണ്, സബ് ഷെൽസിന്റെ സിംഗ്ലി ഓക്യുപ്പേഷൻ ആണ് വരുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഈ ഓരോ റൂളുകളും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ റൂളുകളും ഇവിടെ ഒന്നും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 ഇലക്ട്രോൺ പെർ ഓർബിറ്റിൽ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ ആണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഓഫ് പ്രിൻസിപ്പിൾ പറഞ്ഞത് എനർജിയുടെ ഓർഡറിലാണ് ഫില്ലിംഗ് നടത്തണമെന്ന് പറഞ്ഞത്. ഇനി ഡി ബ്രോഗ്ലി പറഞ്ഞത് വേവ് നേച്ചർ ഓഫ് മാറ്റർ ആണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 ഉണ്ടായിരുന്നത്. ഇനി നമുക്ക്
15 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2015 വരുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ ഹാഫ് x2 ഗിവ്സ് x ഇസ് കോൾഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് x2 എന്ന് പറയുന്നത് x ആയിട്ട് മാറി. അപ്പൊ x2 എന്ന് പറയുന്നത് അതിന്റെ ഒരു മോളിക്കുലാർ സ്റ്റേറ്റ് ആയിരുന്നു, അതിൽ നിന്ന് അറ്റോമിക് സ്റ്റേറ്റിലേക്ക് മാറി. അപ്പൊ നമുക്ക് അവിടെ എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ആണ് അവിടെ നടന്നേക്കുന്നത്. ഓക്കെ, സോ ഇത് എന്തിനുള്ള ഒരു എക്സാമ്പിൾ ആണ്? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണെങ്കിലും അവിടെയും എന്താണ് സംഭവിക്കുന്നത്? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനു മുന്നേ ഇതിലെ ഓരോ ഓപ്ഷൻസിന്റെ ഡിസ്കഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റോമൈസേഷൻ എന്താണെന്ന് അറിയാം. ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു അലോട്രോപ്പിൽ നിന്ന് അടുത്ത അലോട്രോപ്പിലേക്കുള്ള ട്രാൻസിഷൻ. അവിടെ അപ്പോൾ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ വരും. ഇനി എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട്, ഒരു 1 മോൾ ഓഫ് എ കോമ്പൗണ്ട് അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിൽ നിന്ന് ഫോർമേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള എൻതാൽപ്പി ചേഞ്ചസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാറ്റിസ് എനർജി ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. ലാറ്റിസ് എനർജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ വൺ കാറ്റയോൺ കമ്പൈൻസ് വിത്ത് വൺ ആനയോൺ, when 1 mole cations combines with 1 mole anion, when 1 mole of an anionic compound is formed from its cations and anions, all of the above. ഇതാണ് ആൻസർ, സി ആണ് ആൻസർ വരുന്നത്. 1 mole of ionic compound is formed from its cations and anions ആണ് ആൻസർ വരുന്നത്. So lattice energy എന്ന് പറയുന്നത് energy released when 1 mole of an ionic solid is formed from its constituent gaseous ions ആണ്. ജനറൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 4 grams ഓഫ് gaseous hydrogen into free gaseous atom is 208 kilocalorie at 25 degrees Celsius. ഹൈഡ്രജൻ ബോണ്ട് എനർജി വിൽ ബി. അപ്പൊ ഇതൊരു ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ബോണ്ട് എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡിസോസിയേറ്റ് 4 grams ഓഫ് ഗേഷ്യസ് ഹൈഡ്രജൻ ഇൻടു ഫ്രീ ഗേഷ്യസ് ആറ്റം ആക്കാനായിട്ട് നമുക്ക് 208 കിലോ കലോറിയാണ് വേണ്ടത്. അപ്പൊ 4 ഗ്രാം ഗേഷ്യസ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 ഗ്രാം എത്ര മോൾ ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹൈഡ്രജന്റെ കേസിൽ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് 4 ഗ്രാം ആണ്. അപ്പൊ അതിൽ എത്ര മോൾസ് ആണ് വരുന്നത്? 2 മോൾ ഹൈഡ്രജൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ 2 മോൾ ഹൈഡ്രജൻ ആണ് നമുക്ക് 208 കിലോ കലോറി വരുന്നത്. അപ്പൊ നമ്മുടെ ബോണ്ട് എനർജി എപ്പോഴും നമുക്ക് എന്താണ് 1 മോളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 208 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 104 കിലോ കലോറി. അപ്പൊ ആൻസർ വരുന്നത് 104 കിലോ കലോറി പെർ മോൾ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ അതിന്റെ മാസ് തന്നിരിക്കുന്നത് 4 ഗ്രാം ആണ്. 4 ഗ്രാമിൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതായത് 4/2 ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 2 ആണ്. 4/2 ചെയ്യുമ്പോൾ 2 മോൾ കിട്ടി നമുക്ക്. അപ്പൊ 2 മോളിനാണ് 208 കിലോ കലോറി വന്നത്. അപ്പൊ 1 മോളിന് 104 കിലോ കലോറി ആയിരിക്കും. അത് തന്നെയായിരിക്കും ഈ HH ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് എ സ്പെസിഫിക് ബോണ്ട് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള ഒരു ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ച് അത് 2 ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് ബോണ്ട് എനർജി. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ VSEPR തിയറിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ബോണ്ട് ആംഗിളിൻ്റെത്. BF2SF6CCl4NH3 ഇതിന്റെ ബോണ്ടിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല നമുക്ക് ഓരോന്നിന്റെയും ഷേപ്പ് നമുക്ക് ഇതിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, BF2 നമുക്കറിയാം ബെറീലിയം സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. 2 ഫ്ലോറിൻ ആറ്റം വരുമ്പോൾ 2 ബോണ്ട് പെയർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ലീനിയർ ആകുമ്പോഴും 180 ആയിരിക്കും ബോണ്ട് ആംഗിൾ വരുന്നത്.
ഇനി SF6 വരികയാണെങ്കിൽ SF6 നമുക്കറിയാം 6 ഫ്ലോറിൻ ആറ്റമാണ് വരുന്നത്. സൾഫർ 6th ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ 6 ഇലക്ട്രോൺസും ബോണ്ട് പെയർ ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അപ്പൊ 6 ബോണ്ട് പെയർസ് മാത്രം വരും. അപ്പൊ അത് ഒക്ടാഹീഡ്രൽ ആണ്. ഒക്ടാഹീഡ്രൽ ആണെങ്കിൽ 90 ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. ഇനി CCl4 നമുക്കറിയാവുന്നതാണ്. അതൊരു ടെട്രാഹീഡ്രൽ മോളിക്യൂളാണ്. കാർബണിന് 4 ഇലക്ട്രോൺ വാലൻസിലുണ്ട്. 4 ക്ലോറിൻ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ടെട്രാഹീഡ്രലിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 109.5 ഡിഗ്രി ആണ്. ഇനി NH3 ആണെങ്കിൽ ട്രൈഗണൽ പിരമിഡിലാണ് വരുന്നത്. നൈട്രജൻ 5 ഇലക്ട്രോൺസ് വാലൻസിലുണ്ട്. 3 ബോണ്ട് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു. റിമൈനിങ് 2 ഇലക്ട്രോൺ ഒരു ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത് 107 ആണ് വരുന്നത്. അപ്പൊ ബോണ്ട് ആംഗിളിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. SF6 നാണ് ഏറ്റവും കുറവ് വരുന്നത്. ദെൻ NH3, ദെൻ CCl4 ആൻഡ് ദെൻ BF2. BF2നാണ് 180 ബോണ്ട് ആംഗിൾ വരുന്നത്, മാക്സിമം ബോണ്ട് ആംഗിൾ വരുന്നത്. സോ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ XCF6 മോളിക്യൂൾ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് XC ആറ്റം. അപ്പൊ ഇതും VSEPR തിയറിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ XCF6ന്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് അതിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ XC എന്ന് പറയുന്നത് നമുക്കറിയാം സെനോൺ ഒരു P6 വാലൻസ് ഇലക്ട്രോൺ വരുന്ന അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിൽ വരുന്ന ഒരു എലമെന്റ് ആണ്. 8 ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. ഈ 8 വാലൻസ് ഇലക്ട്രോൺസിൽ XCF6 ആണ്. അപ്പൊ 6 ഇലക്ട്രോൺസ് ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. റിമൈനിങ് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നുണ്ട്. 2 ഇലക്ട്രോൺ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ 6 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് സ്റ്റെറിക് നമ്പർ 7 വരും. സ്റ്റെറിക് നമ്പർ 7 വരുമ്പോൾ sp3d2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ന്യൂക്ലിയറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ലൈഫ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ റേഡിയോആക്റ്റീവ് എലമെന്റ് is 100 days. How long it will take for the decay of 15 gram out of 16 gram? അപ്പൊ ഇനീഷ്യൽ 16 gram ഉണ്ടായിരുന്നു. അതിൽ 15 ഗ്രാമും എന്തായി, ഡിസിൻറ്റഗ്രേറ്റഡ് ആയി, ഡിഗ്രേഡഡ് ആയിപ്പോയി, ഡിക്കെ ആയിപ്പോയി. അപ്പൊ റിമൈനിങ് നമുക്ക് എത്ര ഗ്രാമേ ഉള്ളൂ? 1 ഗ്രാമേ ഉള്ളൂ. അപ്പൊ 16 ഗ്രാമിൽ നിന്ന് 1 ഗ്രാം ആയിട്ട് മാറി. അപ്പൊ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 100 ഡേയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 16 ഗ്രാമിൽ നിന്ന് 1 ഗ്രാം ആയിട്ട് മാറാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇനീഷ്യലി 16 ഗ്രാം ആയിരുന്നു. അത് 100 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അതിന്റെ ഹാഫ് 8 ഗ്രാം ആയിട്ട് മാറി. 200 ഡേയ്സ് കഴിയുമ്പോൾ 4 ഗ്രാം ആയിട്ട് മാറി. ദെൻ 300 ഡേയ്സ് കഴിയുമ്പോൾ 2 ഗ്രാം ആയിട്ട് മാറി. 400 ഡേയ്സ് കഴിഞ്ഞപ്പോൾ 1 ഗ്രാം ആയിട്ട് മാറി. അപ്പൊ ആൻസർ വരുന്നത് 400 ഡേയ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ആൽഫ ഡിക്കെ N/P റേഷ്യോ. അപ്പൊ ആൽഫ ഡിക്കയുടെ സമയത്ത് N/P റേഷ്യോക്ക് എന്ത് സംഭവിക്കുന്ന ചോദിച്ചിരിക്കുന്നത്? ഡിക്രീസസ്. നമുക്ക് നോക്കാം. ആൽഫ ഡിക്കെ നമുക്കറിയാം പ്രോട്ടോൺ ഡിക്രീസസ് ബൈ 2 യൂണിറ്റ് ആൻഡ് ന്യൂട്രോൺ ഡിക്രീസസ് ബൈ 2 യൂണിറ്റ് ആണ്. കാരണം മാസ് നമ്പർ 4 യൂണിറ്റ് ഡിക്രീസ് ചെയ്യും, അറ്റോമിക് നമ്പർ 2 യൂണിറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ന്യൂട്രോണും പ്രോട്ടോണും 2 യൂണിറ്റ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമലി വിചാരിക്കും ന്യൂട്രോണും പ്രോട്ടോണും ഈക്വൽ ആയിട്ടല്ലേ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ N/P റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യുറേനിയം തോറിയം ആയിട്ട് മാറുമ്പോൾ നമുക്ക് N/P റേഷ്യോ ഡിഗ്രഡേഷന് മുന്നേ 1.58 ആയിരുന്നു. പക്ഷെ ഡിഗ്രഡേഷൻ കഴിഞ്ഞപ്പോൾ അത് 1.6 ആയിട്ട് മാറി. അപ്പൊ റേഷ്യോ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. എന്താണ്? റേഷ്യോ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. സോ N/P റേഷ്യോയുടെ ചേഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ ഡിക്കെ, ബീറ്റ ഡിക്കെ, അതിൽ ബീറ്റ പ്ലസിന്റെയും ബീറ്റ മൈനസിന്റെയും ഇലക്ട്രോൺ ക്യാപ്ചറിന്റെയും ഗാമ ഡിക്കയുടെയും എല്ലാം ചേഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. എ സാമ്പിൾ ഓഫ് റോക്ക് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് യുറേനിയം ആൻഡ് ലെഡ്. അതിന്റെ ഹാഫ് ലൈഫ് കൊടുത്തിട്ടുണ്ട്. ദ ഏജ് ഓഫ് റോക്ക് വുഡ് ബി. റോക്കിന്റെ ഏജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
സോ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈക്വൽ നമ്പർ ഓഫ് യുറേനിയം ആൻഡ് ലെഡ് ആണ്. അപ്പൊ നമുക്കറിയാം യുറേനിയം ഡീകേ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ലെഡ് ആണ്. ഡീകേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെഡ് ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഏജ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈക്വൽ നമ്പർ ആണെന്ന് പറയുവാണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കും അതിന്റെ മെയിൻ ചെയ്യുന്നത്. ഈക്വൽ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പാരന്റ് ന്യൂക്ലിയയും ഡോട്ടർ ന്യൂക്ലിയ ആണെങ്കിൽ ഒരു ഹാഫ് ലൈഫ് അത് പാസ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് മെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ഹാഫ് ലൈഫ് പാസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ഏജ് എത്ര തന്നെയായിരിക്കും, അതിന്റെ ഹാഫ് ലൈഫ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 4.5 into 10⁻⁹ ഇയേഴ്സ് ആണ് ഏജ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയസ് ഹാസ് മാജിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്? പ്രോട്ടോൺസ് ന്യൂട്രോൺസ് മാജിക് നമ്പർ വരുന്നത് ഏത് ന്യൂക്ലിയയ്ക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ട് ന്യൂക്ലിയയ്ക്കും മാജിക് നമ്പർ വരുന്നുണ്ട്, ഹീലിയത്തിന്റെ കേസിലും ലെഡിന്റെ കേസിലും. ഓക്കെ, അപ്പൊ മാജിക് നമ്പർ എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയാം. 2, 8, 20, 28, 50, 82, 126 ആണ് മാജിക് നമ്പർ വരുന്നത്. അപ്പൊ ഹീലിയത്തിനും മാജിക് നമ്പർ വരുന്നുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും ആൻഡ് ലെഡിനും വരുന്നുണ്ട്. പക്ഷെ ഔട്ട് ഓഫ് ദിസ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ലെഡ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ കീ ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ട് ആൻസർ വന്നത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് വെൻ തോറിയം ചേഞ്ചസ് ടു ലെഡ്. ഇപ്പൊ തോറിയം ലെഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എത്ര പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡികെ ബേസ് ചെയ്തിട്ടുള്ള ആൽഫ ബീറ്റ പാർട്ടിക്കിൾ എമിഷന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇനീഷ്യലി നോക്കേണ്ടത് അതിന്റെ മാസ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ മാസ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് കിട്ടും. ഇപ്പൊ ഇവിടെ മാസ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 24 ആണ് കിട്ടിയത്. നമുക്കറിയാം ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ 4 മാസ് നമ്പറിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പൊ 24/4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 കിട്ടും. അപ്പൊ 6 ആൽഫ ആണെന്ന് കിട്ടി. അപ്പൊ 6 ആൽഫ ആണെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ 12 ആണ് ഡിക്രീസ് ചെയ്യേണ്ടത്, ഇൻറ്റു 2 അല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 78 ആണ് വരേണ്ടത്. പക്ഷെ നമ്മളുടെ ഫൈനൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 82 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീറ്റ പാർട്ടിക്കിളിന്റെ എമിഷൻ കിട്ടും. അപ്പൊ 6 ആൽഫ ആൻഡ് 4 ബീറ്റ പാർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 87.5% ഓഫ് എ ഡീകേ പ്രോസസ് വാസ് കംപ്ലീറ്റഡ് ഇൻ 36 minutes. വെൻ വാസ് 50% ഓഫ് ദ ഡീകേ കംപ്ലീറ്റഡ്? അപ്പൊ 87.5% 36 മിനിറ്റ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ 50% കംപ്ലീറ്റ് ചെയ്ത സമയം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50% കംപ്ലീറ്റ് ചെയ്തതാണല്ലോ ഹാഫ് ലൈഫ്. ഓക്കെ, അപ്പൊ 87 കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈനിങ് 12.5% ഉള്ളൂ. അപ്പൊ 12.5% ആയി 36 മിനിറ്റ്സിൽ. അപ്പൊ 0 ടൈമിലാണെങ്കിൽ 100 ആയിരുന്നു, ഒരു ഹാഫ് ലൈഫ് പാസ് ചെയ്തപ്പോൾ 50 ആയി, 2 പാസ് ചെയ്തപ്പോൾ 25 ആയി, 3 പാസ് ചെയ്തപ്പോൾ 12.5 ആയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 3 ഹാഫ് ലൈഫ് ആണ് ഈ 36 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 36/3 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹാഫ് ലൈഫ് കിട്ടും. ദാറ്റ് ഈസ് 12 മിനിറ്റ്സ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 12 മിനിറ്റ്സ് ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദിച്ചിരിക്കുന്നത്. 10 ക്വസ്റ്റിനും 2023 10 ക്വസ്റ്റിനും 2015 11 ക്വസ്റ്റിനും 21 ക്വസ്റ്റ്യൻസ് ആണ് ഈ മോഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ലെവലിലുള്ള ഒരു മോഡ്യൂളാണ്. അപ്പൊ എപ്പോഴും ഒരു ഹൈ പ്രയോറിറ്റി കൊടുത്ത് തന്നെ ഈ മോഡ്യൂൾ പഠിക്കുക, കാരണം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണിത്. അപ്പൊ അത്രയേ ഉള്ളൂ ഈ മോഡ്യൂൾ 1ന്റെ അനാലിസിസ്. നമുക്ക് മറ്റൊരു അനാലിസിസ് ആയിട്ട് കാണാം. താങ്ക് യു.